ഗുഡ് ഈവനിങ്. അത് ഒരാളാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. നിസ്വാന, അൻഷിത രണ്ടുപേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. ആരെങ്കിലും ജോയിൻ ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ. ഓക്കെ, കേൾക്കാനില്ലേ? പറയുന്നത് കേൾക്കുന്നില്ലേ? ഒന്ന് റിപ്ലൈ ചെയ്യോ? കേക്കുന്നുണ്ട്. ഓ ഗുഡ് ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് നിസ്വാനിയും അൻഷിതയും നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഉണ്ടായിരുന്ന കുട്ടികളല്ലേ? ആണോ? അക്ഷയ, ഫസ്റ്റ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള 2 ക്ലാസ്സിന് പിന്നെ ഇതായില്ല, അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. കഴിഞ്ഞില്ല. നമ്മൾ നോട്ടും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കിട്ടിയോ? നമുക്ക് ഈ പറഞ്ഞ റെക്കോർഡ് നമുക്ക് അവൈലബിൾ ആക്കാട്ടോ. ഇന്നത്തോടെ കഴിഞ്ഞ ഇന്നത്തെ ക്ലാസ് കൂടി കഴിഞ്ഞ് നമ്മൾ വൈൻഡ് അപ്പ് സെക്ഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഗ്രൂപ്പുകളിൽ അതിന്റെ ലിങ്ക് അവൈലബിൾ ആക്കും. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇന്നിപ്പോ പറയാനുള്ളത് ഡെത്തും ഡിസൊല്യൂഷനും ലാസ്റ്റ് സെഷൻ ആണ്. നമ്മൾ അഡ്മിഷൻ റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു. ഓക്കെ, നമുക്കൊരു മിനിറ്റ് 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. ആരെങ്കിലും വരികയാണെങ്കിൽ വന്നോട്ടെ, എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ, നമുക്ക് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ആക്കാം അല്ലെ? നിങ്ങൾ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയോ? നിങ്ങളുടെ റിവിഷൻ പ്രോഗ്രാം ഒക്കെ ഇതിന്റെ ഒപ്പം തന്നെ കൊണ്ടുപോകുന്നില്ലേ? അപ്പൊ നമ്മുടെ റിട്ടയർമെന്റ് വരെ നമ്മുടെ ക്ലാസ്സസും കാര്യങ്ങളും കഴിഞ്ഞു. അതിന്റെ അഡീഷണൽ ക്വസ്റ്റ്യനുകളും നിങ്ങൾക്ക് ചെയ്യാൻ നമ്മൾ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ഡെത്ത് ആണ് പറയാനുള്ളത്. ഡിസൊല്യൂഷൻ കൂടി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു +2 ടോപ്പിക് കംപ്ലീറ്റഡ് ആവാണ്. ദെൻ നമുക്ക് ലേറ്റർ ഓൺ നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകൾ അക്കൗണ്ടിങ്ങും എക്കണോമിക്സും ബിസിനസ് സ്റ്റഡീസ് ഒക്കെ ക്ലാസ്സസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വെക്കാം. അപ്പോൾ 1-2 ക്വസ്റ്റ്യൻ പേപ്പറുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡിസ്കഷനും കാര്യങ്ങളും അപ്പോഴേക്കും നിങ്ങളുടെ പഠിച്ചു കഴിഞ്ഞിട്ടായിരിക്കണം. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഡിസ്കസ് ചെയ്യുമ്പോഴേ അതുകൊണ്ട് വർത്താവുള്ളൂ. അപ്പോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ ആക്കാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് നിങ്ങൾ എത്തണം. അപ്പൊ അതിനാണ് നമ്മൾ ഇങ്ങനെ ഒരു ടോപ്പിക് ബേസ് തന്നെ ക്ലാസ്സസ് തന്നത്. അപ്പൊ എല്ലാ ടോപ്പിക്കും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട ഓരോ പ്രോബ്ലംസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഇട്ട് തന്നു. നിങ്ങൾ അതൊക്കെ കൃത്യമായിട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ റിവിഷൻ കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം വരിക. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഫുള്ളി പാക്കഡ് ആയി നിങ്ങൾക്ക് നേരെ എക്സാമിന് എഴുതാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് നിങ്ങൾ എത്തും. ഓക്കെ, നമുക്ക് ഇന്ന് നമുക്ക് റിട്ടയർമെന്റ് വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് ഡെത്ത് മുതലാണ് തുടങ്ങേണ്ടത്. ഡെത്തും റിട്ടയർമെന്റും ഏകദേശം സെയിം ആണ്, വലിയ വ്യത്യാസങ്ങളില്ല. അതിന്റെ അഡ്ജസ്റ്റ്മെന്റുകൾക്കും കാര്യങ്ങൾക്കും ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. റിട്ടയർമെന്റ് എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്കാണ് നമ്മളുടെ സ്ഥാപനത്തിലുള്ള അവകാശങ്ങൾ കിട്ടുകയെങ്കിൽ, ഡെത്ത് ആണ് സംഭവിച്ചിരിക്കുന്നെങ്കിൽ ആ വ്യക്തിയുടെ അനന്തരാവകാശികൾക്കാണ് കിട്ടുക. അത്ര വ്യത്യാസമേ ഉള്ളൂ. വേറെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റും കാര്യങ്ങളെല്ലാം തന്നെ സെയിം ആസ് ടു റിട്ടയർമെന്റ്, വ്യത്യാസങ്ങളില്ല. ഓക്കെ, നമുക്ക് ഡെത്തിലേക്ക് വരാം അല്ലെ? നിങ്ങൾക്ക് റിട്ടയർമെന്റിന്റെ ഒരു ഫൈനൽ പ്രോബ്ലം ചെയ്യാൻ പറഞ്ഞ് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അത് എങ്ങനെ ചെയ്യാമെന്നും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.
ദെൻ നമുക്ക് ഇന്ന് ഡെത്ത് തൊട്ട് തുടങ്ങാം. ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ശ്രദ്ധിക്കാട്ടോ, ഇനി പറയുന്ന കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. നമുക്ക് ഈ ക്ലാസ് നോട്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ദെൻ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക, നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നോട്ട് ചെയ്യുക. ഇപ്പൊ തന്നെ പഠനം കഴിയണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറെ നേരം ഇരിക്കേണ്ട, ഇപ്പൊ തന്നെ നിങ്ങളുടെ പഠനം കഴിയും. ശ്രദ്ധിക്കുക, ഡെത്ത് ഓഫ് എ പാർട്ട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the accounting treatment in the event of death of a partner is similar to that in case of retirement of a partner, and that in case of death of a partner his claim is transferred to his executor's account. In case of death of a partner, his claim shall include his share of profit or loss, interest on capital, interest on grants if any, from the date of last balance sheet to the date of his death. The deceased partner's share of profit or loss from the date of last balance sheet to the date of death should be calculated on the basis of last year's profit or past year's average profit. ഓക്കെ, നമ്മൾ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ എന്ന് പറഞ്ഞപ്പോ നമ്മൾ റിട്ടയർമെന്റിൽ ചെയ്ത അതേ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റുകളും അഡ്ജസ്റ്റ്മെന്റുകളും ആണ് ഡെത്തിൽ വരുന്നത്. ആൻഡ് ദാറ്റ് ഇൻ കേസ് ഓഫ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ ഹിസ് ക്ലെയിം ഈസ് ട്രാൻസ്ഫർഡ് ടു ദി എക്സിക്യൂട്ടീവ്സ് അക്കൗണ്ട്. നമ്മുടെ ഈ ഡെത്ത് സംഭവിക്കുമ്പോ ആ ഡെത്ത് സംഭവിച്ച പാർട്ട്ണറുടെ എക്സിക്യൂട്ടീവ്സിന്റെ അക്കൗണ്ട്, അതായത് അനന്തരാവകാശികൾക്കാണ് നമ്മൾ അതിന്റെ അവകാശങ്ങൾ കൈമാറുക. ഇനി ഇവർക്ക് എന്തൊക്കെ കൊടുക്കാനുണ്ടോ സ്ഥാപനത്തില്, ഇവര് ആ ഡേറ്റ് വരെ ടിൽ ദ ഡേറ്റ് ഓഫ് ഡെത്ത് വരെയുള്ള എല്ലാ അവകാശങ്ങളും ഇവർക്കും അവകാശപ്പെട്ടതാണ്. ആ ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റും. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഒന്നില്ലെങ്കിൽ ലാസ്റ്റ് ഇയർ പ്രോഫിറ്റോ അല്ലെങ്കിൽ പാസ്റ്റ് ഫിഗേഴ്സിന്റെ ആവറേജ് പ്രോഫിറ്റോ എടുത്തിട്ടാണ് ആ ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. Then the profits are calculated is adjusted in the deceased partner's capital account by passing the following journal entry. അപ്പൊ നമ്മൾ ഈ ആ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ആ പ്രോഫിറ്റ് നമ്മൾ ഡെത്ത് പാർട്ട്ണറിന്റെ ഡിസീസ്ഡ് പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെ കാണുന്ന ഫോളോയിങ് ഫോമുല എൻട്രി, ജേണൽ എൻട്രി നമ്മൾ പാസ് ചെയ്യും. ഇഫ് ദർ ഇസ് എ പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട്, ഇതാണ് ഡെബിറ്റ് ചെയ്യുന്ന അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. അതിലേക്ക് to deceased partner's capital account. Profit and loss suspense account letter to deceased partner's capital account. Suspense account le to deceased partner's capital account varum. Deceased partner's capital account le by profit and loss suspense account varum. Idu aa date vareyulla death avunna date vareyulla profit calculate ചെയ്തിട്ടുള്ള amount ആണ് suspense account ലേക്ക് മാറ്റുക. If there is loss ആണെങ്കിൽ deceased partner's capital account to profit and loss suspense account എന്നാണ് എൻട്രി വരിക. അപ്പൊ ഈ രണ്ട് എൻട്രി മനസ്സിലാക്കുക. പ്രോഫിറ്റ് ആണെങ്കിൽ profit and loss suspense account to deceased partner's capital account. If loss ആണെങ്കിൽ deceased partner's capital account to profit and loss suspense account. ഇതാണ് ജേണൽ എൻട്രി. രണ്ട് ജേണൽ എൻട്രിയും പഠിക്കാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, അപ്പൊ പെട്ടെന്ന് മനസ്സിലാവും. ബാകുൽ, ചമ്പക് and ദർശൻ were partners in a firm sharing profits in the ratio of 5:4:1. The profit of the firm for the year ending 31st March 2017 was rupees 1 lakh. Chambak dies on June 30, 2017. Calculate the Chambak share of profit till the date of his death and past journal entry. ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഇവിടെ ചാംബക്സിന്റെ ഷെയർ കാണുമ്പോൾ നമുക്ക് ഇദ്ദേഹം 5:4:1 4 ആണ് ഡെത്ത് സംഭവിച്ചിരിക്കുന്നത്. അതായത് 4/10 ആണ് ഇദ്ദേഹത്തിന്റെ ഷെയർ. ഇദ്ദേഹത്തിന്റെ ലാസ്റ്റ് ഇയർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1 lakh rupees ആണ്. 1 lakh into 4/10 into 3/12. കാരണം ഇയാൾ മരിച്ച ഡേറ്റ് എന്ന് പറഞ്ഞാൽ June 30 ആണ്. അപ്പൊ June 30, ഓക്കെ, June 30 ആയ കാരണം കൊണ്ട് ജൂലൈ, ഓഗസ്റ്റ്, then March 31st ആണ് ഇയർ എൻഡിങ്. ചമ്പക് dies on June 30, 2017. June 30 ആണ് മരിച്ചിരിക്കുന്നത് അദ്ദേഹം. ഓക്കെ, അപ്പൊ June 30 വരെയുള്ള എന്താ പറയാ, ഈ പറഞ്ഞ March 31st to June 30 വരെയുള്ള മന്ത് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസം, 3 മാസമാണ് ഇദ്ദേഹത്തിന് നമ്മൾ ഈ പറഞ്ഞ 1 lakhലെ 3 മാസം എത്രയാണോ പ്രോഫിറ്റ് എന്നുള്ള കാര്യം കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് 1 lakh rupees ടോട്ടൽ പ്രോഫിറ്റ് ആണ്. ഇദ്ദേഹത്തിന്റെ
ഷെയർ 4/10 ആണ്, അതും ഇയർലിക്ക് ഉള്ളതാണ്. ദെൻ 3/20 ഇതിപ്പോ 10,000 rupees ആണ് ആ ഡേറ്റ് വരെയുള്ള മരിച്ച ഡേറ്റ് വരെയുള്ള ഡേറ്റിന് കൊടുക്കേണ്ട പ്രോഫിറ്റ്. ജനറൽ എൻട്രി എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഉള്ള സസ്പെൻസ് അക്കൗണ്ട് ലെറ്റർ 1 lakh, ടു ചമ്പക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് 1 lakh, ഇതാണ് ജനറൽ എൻട്രി വരിക. ഈ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നിടത്താണ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. എത്ര മാസം, അതായത് എത്ര മാസം ഉണ്ടോ ആ മാസം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമുക്കത് ചെയ്യാൻ. വേഗം വർക്ക്ഔട്ട് ചെയ്തോളൂ. ഈ പറഞ്ഞ ഡെത്തിന്റെ ഈ പ്രോബ്ലം ഇപ്പൊ തന്നെ വർക്ക്ഔട്ട് ചെയ്തോളൂ. നിങ്ങൾ വേഗം വർക്ക്ഔട്ട് ചെയ്തിട്ട് പറയാം. എന്നിട്ട് നമുക്കൊരു ഫൈനൽ പ്രോബ്ലം ചെയ്യാം. വർക്ക്ഔട്ട് ചെയ്താൽ പറയണം കേട്ടോ. നമുക്ക് ഇന്നും ഡിസൊല്യൂഷനും പറഞ്ഞു തരേണ്ടതാണ്. കഴിഞ്ഞാലൊന്ന് പറയൂ. കഴിയേണ്ട സമയമായല്ലോ. വളരെ സിമ്പിൾ ആണ്. ജനറൽ എൻട്രി പാസ് ചെയ്യുക, ആ ജസ്റ്റ് ആ ഡേറ്റ് ഡെത്ത് വരെയുള്ള പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, ഇത്ര മാത്രമല്ലേ ഉള്ളൂ. കഴിഞ്ഞു. ഗുഡ് ഗുഡ്. എല്ലാവരും കഴിഞ്ഞില്ലേ? എല്ലാവരുടെയും കഴിഞ്ഞില്ലേ? ഓക്കെ, നമുക്ക് ഇനി അടുത്ത നമ്മളുടെ ഒരു ഫൈനൽ പ്രോബ്ലം ആണ്. നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾ ആ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുക. പെട്ടെന്ന് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഡിസൊല്യൂഷനിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലം വരുന്നത് അനിൽ, Banu and Chandu were partners in a firm sharing profit in the ratio of 5:3:2. On March 31st, 2017, the balance sheet was as under: building, machinery, stock, patents, debtors, cash, creditors, reserve fund 6,000, Anil's capital, Banu's capital, and Chandu's capital 70,000, 87,000 balance sheet total. Anil died on October 1st, 2017. It was agreed between his executors and the remaining partners that a goodwill to be valued at rupees 1/2 years of purchase of the average profit of the previous 4 years, which were rupees 2013-14, 13,000, 14-15, 20,000, 12,000, 15-16, 20,000, year 16-17, 15,000. Patents be valued at rupees 8,000, machinery at rupees 28,000, and building at rupees 25,000. Profit for the year 2017-18 be taken as having accrued at the same rate as that the previous year. Then interest on capital be provided at the 10% per annum. Half of the amount due to the Anils be paid immediately. Prepare Anil's capital account, Anil's executors as on 1st 2017. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അനിൽസിന്റെ റിവാലുവേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട്, ഇത്രയും അക്കൗണ്ട് ആണ് കാണേണ്ടത്. ഓക്കെ, ഇതിൽ നമുക്ക് കാൽക്കുലേഷൻ വരിക, മൂപ്പരുടെ ഗുഡ്വില് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ആവറേജ് പ്രോഫിറ്റ് നമ്മൾ ആവറേജ് ഗുഡ്വില് ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇൻറ്റു നമ്പർ ഓഫ് ഇയർ പർച്ചേസ് 2.5 year മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് ഗുഡ്വിൽ കാണാം.
ഗുഡ് വിൽ ഈസ് ഇക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയർ പർച്ചേസ് 2.5 വർഷമാണ് പറയുന്നത്. ആവറേജ് പ്രോഫിറ്റ് നമുക്ക് തന്നിരിക്കുന്ന ടോട്ടൽ പ്രോഫിറ്റുകളെ ആഡ് ചെയ്ത് 4 വർഷത്തെ തന്നിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് 15,000 കിട്ടും. 15,000ത്തിന്റെ 2.5 15,000 ഇൻറ്റു 2.5 അപ്പൊ അതാണ് ഗുഡ് വിൽ. ഇനി അനിൽ ഷെയർ എന്ന് പറയുന്നത് ഗുഡ് വിൽ 37,500 ഇൻറ്റു 5/10 ദെൻ ഷെയർ ഓഫ് പ്രോഫിറ്റ് 15,000 ഇദ്ദേഹത്തിന്റെ എന്താ പറയാ ഡെത്ത് ആയിട്ടുള്ള ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഇതാണ് ഇതിന്റെ കാൽക്കുലേഷൻസ് വരുന്നത്. ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻസ് 30,000 രൂപയാണ് മൂപ്പർ ഇൻട്രസ്റ്റ് 10% 6/12 എന്ന് പറഞ്ഞാൽ 6 മാസത്തേക്കാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഷെയർ പ്രോഫിറ്റ് 15,000 റുപ്പീസ് ലാസ്റ്റ് ഇയർ പ്രോഫിറ്റിനെ 6 മന്ത് 5/10 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3,750 ആണ് വരിക. ഇത് വർക്കിംഗ് നോട്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്തിടാ, എന്നിട്ട് ബാക്കി ഇതിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് റിവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അസറ്റ് ലയബിലിറ്റി റിവാല്യൂ ചെയ്യാം. പാറ്റന്റ് ടു ബി വാല്യൂഡ് അറ്റ് 8,000 ആയി എന്ന് പറഞ്ഞാൽ പാറ്റന്റ് 11,000 ഉണ്ടായിരുന്നത് 8,000 ആയി എന്ന് പറഞ്ഞാൽ കുറഞ്ഞു. അപ്പൊ അസറ്റ് കുറഞ്ഞാൽ നമുക്ക് എന്താണ് എൻട്രി വരിക എന്നുള്ള കാര്യം അറിയാം. റിവാലുവേഷൻ അക്കൗണ്ട് ടു അസറ്റ് എന്നാണ് വരിക. അപ്പൊ 2 പാറ്റന്റ്സ് കൊണ്ട് 3,000. ഇനി മെഷീനറിയുടെ കാര്യത്തിൽ 28,000 ആയിട്ടുണ്ട്. മെഷീനറി 30,000 ആയിരുന്നു, 2,000 ഡിപ്രിസിയേഷൻ ആണ്. അപ്പോഴും എന്താണ് 2 മെഷീനറി എന്ന് പറഞ്ഞിട്ടാണ് വരിക. ബിൽഡിങ്ങിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് 25,000 ആണ്. ബിൽഡിംഗ് ഇവിടെ ഉള്ളത് 20,000 ആണ്. 5,000 കൂടി. അപ്പൊ 5,000 കൂടിയ ബിൽഡിംഗ് അക്കൗണ്ടിൽ റിവാലുവേഷൻ വരും. ബൈ ബിൽഡിംഗ് വന്നിട്ട് 5,000. അപ്പൊ 5,000 അതിന് നമുക്ക് കറക്റ്റ് ആണ്. പ്രോഫിറ്റും ലോസും ഇല്ല. കൂടിയതും 5,000 കുറഞ്ഞതും 5,000. അപ്പൊ there is no profit or loss. ഇനി അനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ബാലൻസ് ബ്രോഡ് ഓൺ 30,000 നമുക്ക് പ്രോബ്ലത്തിൽ തന്നു. റിസർവ് ഫണ്ട് ഇദ്ദേഹത്തിന് ഇവിടെ റിസർവ് ഫണ്ട് ഉണ്ട്, അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. റിസർവ് ഫണ്ട് 6,000 ആണ്. അതിൽ ഇദ്ദേഹത്തിന്റെ ഷെയർ 3,000 ആണ്. റൈറ്റ്. ദെൻ പിന്നെ അതുപോലെ തന്നെ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഗുഡ് വില്ലിന് ഇദ്ദേഹത്തിന് കൊടുക്കണം. ഓക്കെ, ഗുഡ് വില്ല് 18,750 ആണ്. അതില് ബാനുസ് ക്യാപിറ്റൽ 18,750 × 3/5 11,250. ചന്ദൂസ് ക്യാപിറ്റൽ 18,750 2/5 ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത് 3,750. നമ്മളിത് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തു. ഷെയർ ഓഫ് പ്രോഫിറ്റ് 3,750. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അനിൽസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 1,500 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇതെല്ലാം കൂടി കൂടുമ്പോൾ 57,000 ആണ് വരിക. അനിൽസ് എക്സിക്യൂട്ടീവ്സ് അക്കൗണ്ടിലേക്കാണ് 57,000 മാറ്റുക. അതില് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നുണ്ട് പകുതി, പിന്നെ ബാക്കിയുള്ളത് ബാലൻസ് ആണ്. അനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് 57,000 ആണ് മൂപ്പര് കൊടുക്കേണ്ടത് എക്സിക്യൂട്ടീവ്സ് അക്കൗണ്ടില്. അതിൽ ക്യാഷ് ആയിട്ട് കൊടുത്തേക്കുന്നത് 28,500 ആണ്. ബാലൻസ് കൊടുക്കാനുള്ളത് 28,500 ആണ്. അങ്ങനെ റിവാലുവേഷൻ അക്കൗണ്ടും അനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ടും അനിൽസ് എക്സിക്യൂട്ടീവ്സ് അക്കൗണ്ടും ആണ് നമ്മുടെ അടുത്ത് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. ഈ 18,750 രൂപ ഈ അനിൽസിന്റെ ഗുഡ് വിൽ കൊടുക്കുന്നത് ഇവരുടെ ക്യാപിറ്റൽ റേഷ്യോയിലാണ്. ബാനൂസും ചന്ദൂസും കൂടിയിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് 18,750 എന്ന് ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും എത്ര കൊടുത്തേക്കണം എന്നുള്ള കാര്യം എഴുതാം. ഇവരുടെ ക്യാപിറ്റൽ റേഷ്യോ ഡിവൈഡ് ചെയ്താണിത്. ഒന്നെങ്കിൽ 18,750 ടോട്ടൽ എഴുതിയാലും മതി. ഓക്കെ, വേഗം വർക്ക്ഔട്ട് ചെയ്യാം. വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പറയാം. അത് വർക്കിംഗ് നോട്ട് ചെയ്തിട്ട് അക്കൗണ്ട്സിലേക്ക് പോവാം. ഓക്കെ, വേഗം ചെയ്യൂ. കഴിഞ്ഞാൽ പറയും, വേഗം ചെയ്യണം കേട്ടോ. നിങ്ങൾ പെട്ടെന്ന് വർക്ക്ഔട്ട് ചെയ്യണം.
കഴിഞ്ഞാൽ പറയണം കേട്ടോ. നമ്മളുടെ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇൻഫോം ചെയ്യണം. എന്തെങ്കിലും കൺഫ്യൂഷൻസോ ഡൗട്ടോ ഉണ്ടെങ്കിൽ ഒന്ന് സൂചിപ്പിച്ചോളൂ. ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും വരികയാണെങ്കിൽ ചോദിച്ചോളൂ. കഴിഞ്ഞാൽ മെൻഷൻ ചെയ്യണം കേട്ടോ. ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. കഴിഞ്ഞു. ഓക്കെ, ഗുഡ് ഗുഡ്. എല്ലാവരും കഴിഞ്ഞോ? കഴിഞ്ഞവരൊന്നും പെട്ടെന്ന് മെസ്സേജ് ചെയ്യും. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. കഴിഞ്ഞു. ഗുഡ് ഗുഡ്. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കിനി ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫെയിം എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ ഇത് പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ്. നമുക്ക് ഇതുവരെ നമ്മൾ സ്ഥാപനം റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ചെയ്തത് എന്ന് പറഞ്ഞാൽ അഡ്മിഷൻ ആണെങ്കിലും റിട്ടയർമെന്റ് ആണെങ്കിലും ഡെത്ത് ആണെങ്കിലും നമ്മുടെ സ്ഥാപനത്തിനോ ബിസിനസ്സിനോ ഒന്നും സംഭവിക്കുന്നില്ല. അതിന്റെ റീകൺസ്റ്റിറ്റ്യൂഷൻ നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പുതിയ എഗ്രിമെന്റ് നിലവിൽ വരുന്നു. ബിസിനസ് അത് തന്നെയാണ്, കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എന്നാൽ ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാപനം അവസാനിപ്പിക്കുക. എല്ലാ പാർട്ട്നേഴ്സും വിചാരിക്കാതെ മതി, നമുക്ക് നിർത്താം, ബിസിനസ് നിർത്താം, പരിപാടി നിർത്താം എന്ന സിറ്റുവേഷനിലെ സ്ഥാപനം അവസാനിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഡിസൊല്യൂഷൻ എന്ന് പറയാം. ഡിസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പല സർക്കംസ്റ്റാൻസസിൽ ഡിസൊല്യൂഷൻ സംഭവിക്കാം. ദെൻ നമുക്ക് ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ അസറ്റും ലയബിലിറ്റീസും നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റിവെക്കും, റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റിവെക്കും. ദെൻ
എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പാർട്ട്നേഴ്സിനെ അത് ഡിവൈഡ് ചെയ്തെടുക്കാം. പുറമേയുള്ള ആൾക്കാർക്ക് കൊടുക്കാനുള്ള പൈസ, സ്ഥാപനത്തിന്റെ കടങ്ങളെല്ലാം നമ്മൾ കൊടുത്തു തീർക്കണം. എന്നിട്ട് സ്ഥാപനം അവസാനിപ്പിക്കുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയാം, ഈ ഡിസൊല്യൂഷൻ എന്ന് പറയാം. ഓക്കെ, നമുക്ക് അതിന്റെ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. എന്തൊക്കെയാണ് നിങ്ങൾ തിയററ്റിക്കലായിട്ട് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ദെൻ അതിന്റെ പ്രോബ്ലം ബേസ്ഡ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റുകളിൽ നിങ്ങൾക്ക് എന്താണ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഫൈനൽ പ്രോബ്ലം കാര്യങ്ങളും ചെയ്യാം. ശ്രദ്ധിക്കാം, ഡിസൊല്യൂഷൻ എന്താണ് മീനിങ് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അക്കോർഡിംഗ് ടു സെക്ഷൻ 39 ഓഫ് ദ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932, the dissolution of partnership between all the partners of the firm is called dissolution of the firm. Dissolution of the firm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ഫേമിലെ എല്ലാ പാർട്ട്നേഴ്സും തീരുമാനിക്കുകയാണ് അവസാനിപ്പിക്കാൻ, ഡിസൊല്യൂഷൻ ചെയ്യാൻ തീരുമാനിച്ചാൽ ഫേം ഡിസോൾവഡ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. ഹിയർ ദ ബിസിനസ് ഓഫ് ദ ഫേം കംസ് ടു ആൻ എൻഡ്. ഇവിടെ സ്ഥാപനത്തിന്റെ ബിസിനസ് അവസാനിച്ചു. ഡിസൊല്യൂഷൻ ഓഫ് ഫേം ടേക്ക് പ്ലേസ് ഇൻ എനി ഓഫ് ദ ഫോളോയിങ് വേസ്. ധാരാളം സാഹചര്യങ്ങളുണ്ട് ഡിസൊല്യൂഷൻ സംഭവിക്കാൻ. പ്രധാനമായിട്ടും 5 പോസിബിലിറ്റീസിലൂടെയാണ് നടക്കുക. ഒന്നാമത്തത് ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെന്റ്. രണ്ടാമത്തത് കമ്പൽസറി ഡിസൊല്യൂഷൻ, എ ഫേം ഡിസോൾവ്ഡ് കമ്പൽസറിലി ഇൻ ദ ഫോളോയിങ് കേസസ്. താഴെ പറയുന്ന കേസസിൽ അത് നടക്കാം. ഓൺ ദ ഹാപ്പനിങ് ഓഫ് സർട്ടൻ കണ്ടിജൻസീസ്, ദെൻ ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ്, ഡിസൊല്യൂഷൻ ബൈ കോർട്ട്. ഇങ്ങനെ 5 സർക്കംസ്റ്റാൻസസിലൂടെ നമുക്ക് ഡിസൊല്യൂഷൻ സംഭവിക്കാം. ഇതിൽ ആദ്യത്തെ ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെന്റ്. ഇവിടെ a firm is dissolved with the consent of all the partners or in accordance with the contract between the partners. രണ്ട് സാഹചര്യമാണ് ഉള്ളത്. ഒന്ന്, എല്ലാ പാർട്ട്നേഴ്സിന്റെയും ഉഭയസമ്മത പ്രകാരം. കൺസെന്റ് എന്ന് പറഞ്ഞ സമ്മതം, ഉഭയസമ്മതം എന്നാണ് കൺസെന്റ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. വിത്ത് ദ കൺസെന്റ് ഓഫ് ഓൾ പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ട്നേഴ്സും സമ്മതിക്കുകയാണ് നമുക്ക് ബിസിനസ് നിർത്താം, നമുക്ക് ഈ ഫേം പിരിച്ചുവിടാം എന്ന് ചിന്തിക്കുമ്പോൾ ഡിസൊല്യൂഷൻ നടക്കും. രണ്ട്, ഇൻ അക്കോർഡൻസ് വിത്ത് ദ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ്. ഇവർ തമ്മിലുള്ള പാർട്ട്നേഴ്സ് തമ്മിലുള്ള കോൺട്രാക്ട്, ആ കോൺട്രാക്റ്റിൽ പറയുന്നുണ്ട് നമുക്കിത് ഇത്ര വർഷം കഴിഞ്ഞാൽ ഇത് ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫേം രൂപീകരിക്കുന്നത് എന്ന് അവർ തമ്മിലുള്ള കോൺട്രാക്റ്റിൽ ഉണ്ടെങ്കിൽ അത് ഡിസോൾവഡ് ആയി പോകും, ഡിസൊല്യൂഷൻ നടക്കും. ഇനി രണ്ടാമത്തത് കമ്പൽസറി ഡിസൊല്യൂഷൻ ആണ്. താഴെ പറയുന്ന സാഹചര്യത്തിലെ കമ്പൽസറി ഡിസൊല്യൂഷൻ നടക്കാം. ഒന്ന്, when all partners or all but one partner become insolvent. പാർട്ട്നേഴ്സ് എല്ലാവരുമോ അല്ലെങ്കിൽ ആരെങ്കിലും ഇൻസോൾവെന്റ് ആയി കഴിഞ്ഞാൽ, ഇൻസോൾവെന്റ് ആവുക എന്ന് പറഞ്ഞാൽ പാപ്പരാകുക, പൈസ ഒന്നും ഇല്ലാത്ത സാഹചര്യം വരിക. ഇൻസോൾവെന്റ് ആയി കഴിഞ്ഞാൽ കമ്പൽസറി ഡിസൊല്യൂഷന് വിധേയമാകും. when the business of the firm become illegal. രണ്ടാമത്തത്, സ്ഥാപനത്തിന്റെ ബിസിനസ് ഇല്ലീഗൽ ആകുക, ലീഗൽ അല്ലാതിരിക്കുക, ലീഗൽ അല്ലാത്ത കാര്യം ചെയ്യുക, ആ സാഹചര്യം വരുമ്പോൾ കമ്പൽസറി ഡിസൊല്യൂഷൻ ആണ്. when some event has taken place which makes it unlawful for the partners to carry on the business of the firm in partnership. Example, when a partner who is citizen of the country become an alien enemy because of the declaration of war with his country and India. അല്ലെ, ഇനി അടുത്ത മൂന്നാമത്തെ ഒരു സർക്കംസ്റ്റാൻസസ് പറയുന്നത് when some event has taken place which makes it unlawful. എങ്ങനെയെങ്കിലും അൺലോഫുൾ ആയിട്ടുള്ള ഒരു ഇവന്റ് നടക്കുക, ഒരു സാഹചര്യം ഉണ്ടാകുക, ആ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ആ ബിസിനസ് എന്താ പറയാ, കമ്പൽസറി ഡിസൊല്യൂഷന് വിധേയമാകും. For example, when a partner of citizen of country become an alien enemy because of the declaration of the war with his country and India. അതായത് നമ്മളുടെ ശത്രു രാജ്യമായിട്ട് നമ്മൾ എഗ്രിമെന്റ് ഉണ്ടാക്കുക. നമ്മൾ എഗ്രിമെന്റ് ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോ ശത്രുതയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പിന്നീട് നമ്മുടെ ഇന്ത്യയും ആ രാജ്യം തമ്മിൽ ഒരു വാറൊക്കെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത്തരത്തിൽ അങ്ങനെ ആ രാജ്യത്തുള്ള ഏതെങ്കിലും സിറ്റിസൺ ആയിട്ടൊക്കെ നമ്മൾ എഗ്രിമെന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, പാർട്ട്ണർഷിപ്പ് ഫേം ഉണ്ടെങ്കിൽ അത് കമ്പൽസറി ഡിസൊല്യൂഷനെ വിധേയമാക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇതാണ് സിറ്റുവേഷൻ. അടുത്ത, ഓൺ ദ ഹാപ്പനിങ് ഓഫ് സർട്ടൻ കണ്ടിജൻസീസ്. ചില കണ്ടിജൻസീസ് സന്ദർഭങ്ങളിൽ ഇതുപോലെ ഡിസൊല്യൂഷൻ സംഭവിക്കാം. സബ്ജക്ട് ടു ദ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ പാർട്ടീസ് എ ഫേം ഈസ് ഡിസോൾവ്ഡ്. ഒന്ന്, ഇഫ് കൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ഫിക്സ്ഡ് ടൈം ബൈ ദ എക്സ്പയറി ഓഫ് ദാറ്റ് ടൈം. നമ്മുടെ ഈ പാർട്ട്ണർഷിപ്പ് ഫേം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഫിക്സ്ഡ് ടൈമിലേക്കാണെങ്കിൽ ആ ടൈം കഴിഞ്ഞാൽ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി എന്താണ്, ഡിസൊല്യൂഷന് വിധേയമാക്കേണ്ടതായിട്ട് വരും. if constituted to carry out one or more ventures by the completion thereof. ചിലപ്പോ ഈ പാർട്ട്ണർഷിപ്പ് ഫേമുകൾ എന്തെങ്കിലുമൊക്കെ വെഞ്ചറിന് വേണ്ടിയിട്ട് രൂപീകൃതമാകാം. ആ വെഞ്ചർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസൊല്യൂഷന് വിധേയമാക്കും. ബൈ ദ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. മൂന്നാമത്തെ സാഹചര്യം, ഏതെങ്കിലും പാർട്ട്ണറുടെ ഡെത്ത് സംഭവിക്കുകയാണ്, പാർട്ട്ണർഷിപ്പ് ഫേം ഡിസൊല്യൂഷന് പോകാം അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ സംഭവിക്കാം. ബൈ ദ
adjudication of a partner as a insolvent. ഏതെങ്കിലും പാർട്ട്ണർ ഇൻസോൾവെന്റ് ആയിട്ട് പ്രഖ്യാപിക്കുക. അങ്ങനത്തെ സാഹചര്യത്തിലും എന്താണ് നമുക്ക് ഡിസൊല്യൂഷൻ സംഭവിക്കാം. അടുത്ത ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ്. In case of partnership at will, the firm may be dissolved if any of the partners gives a notice in writing to the other partners signifying his intention of seeking dissolution of the firm. Okay, ഇത്തരം circumstances in case of partnership at will, സ്വയം ഇഷ്ടപ്രകാരം തുടങ്ങിയിട്ടുള്ള പാർട്ട്ണർഷിപ്പുകളിലെ അറ്റ് വിൽ തുടങ്ങിയ പാർട്ട്ണർഷിപ്പുകളിലെ the firm may be dissolved, firm dissolution വിധേയമാകും. എങ്ങനെ? if any one of the partners gives a notice in written to the other partners, ഏതെങ്കിലും ഒരു പാർട്ട്ണർ മറ്റു പാർട്ട്നേഴ്സിന് റിട്ടൺ നോട്ടീസ് നൽകുകയാണ്, സിഗ്നിഫൈയിങ് ഹിസ് ഇന്റൻഷൻ ടു സീക്കിംഗ് ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം, അദ്ദേഹം ഫേം ഡിസൊല്യൂഷൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചുകൊണ്ട് നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ ഫേം ഡിസൊല്യൂഷന് വിധേയമാക്കണം. അതിനാണ് ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ് എന്ന് പറയാം. ഇതൊക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനും ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ തിയറി പറയുന്നത് ഇമ്പോർട്ടന്റ് തിയറിയാണ്. അടുത്ത ഡിസൊല്യൂഷൻ ബൈ കോർട്ട്. അറ്റ് ദ സ്യൂട്ട് ഓഫ് എ പാർട്ട്ണർ, the court may order a partnership firm to be dissolved of any of the following grounds. അതായത് ഏതെങ്കിലും പാർട്ട്ണർ നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ കോടതി വിധിക്കുകയാണെങ്കിൽ അത് ഡിസൊല്യൂഷൻ സംഭവിക്കും. പിന്നെ പാർട്ട്ണർ ബിക്കം ഇൻസാൻ, ഏതെങ്കിലും പാർട്ട്ണർ ഇൻസാൻ ആണ്, എന്താ പറയുക, സ്ഥിരബുദ്ധി ഇല്ലാത്ത ആളാണ്, ആ സാഹചര്യം വരുമ്പോൾ പാർട്ട്ണർഷിപ്പ് ഫേം ഡിസോൾവഡ് ആവും. when a partner become permanently incapable of performing his duties as a partner, രണ്ടാമത്തെ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർ ഇൻകാപ്പബിൾ ആവാണ്, പെർമനന്റ്ലി സ്ഥിരമായിട്ട് ഇൻകാപ്പബിൾ ആവാണ്, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തുക, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി നിർവഹിക്കുന്നതിൽ ഇൻകാപ്പബിൾ ആകുക, ആ സാഹചര്യത്തിൽ കോർട്ടിന് വേണമെങ്കിൽ ഡിസൊല്യൂഷൻ നിർദ്ദേശിക്കാം. when a partner is guilty or misconduct which is likely to adversely affect of the business of firm, അതായത് when a partner is guilty of misconduct, അതായത് സ്ഥാപനത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട്, ബിസിനസ് ഫേമിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യാണ്. മിസ്കണ്ടക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഷ്പ്രവൃത്തികൾ ചെയ്യാണ്. ആ സാഹചര്യം വരുമ്പോൾ കോടതിക്ക് ഇടപെട്ടിട്ട് പിരിച്ചുവിടാം. when a partner persistently commits breach of partnership agreement, ഏതെങ്കിലും പാർട്ട്ണർ പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെറ്റായിട്ട് വീഴ്ച വരുത്തുക, ബ്രീച്ച് വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്ടിന് അഗെയിൻസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തില് കോർട്ടിന് ഇടപെട്ടിട്ട് അത് പിരിച്ചുവിടാം. when a partner transferred all of his interest in the firm to the third party, ഏതെങ്കിലും പാർട്ട്ണർ തന്റെ പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ എല്ലാ ഇൻട്രസ്റ്റും വേറെ തേർഡ് പാർട്ടിയിലേക്ക് കൈമാറുക, ആ സാഹചര്യത്തിലും കോർട്ടിന് ഇടപെട്ടിട്ട് പിരിച്ചുവിടാം. when a business of the firm cannot be carried on expected loss or when on any ground the court regards dissolution to be just and equitable, അല്ലെ, ബിസിനസ്, സ്ഥാപനത്തിന്റെ ബിസിനസ് എന്താ പറയാ, എല്ലായ്പ്പോഴും നഷ്ടം സംഭവിക്കും, നഷ്ടത്തിൽ മാത്രം കലാശിക്കുക, അല്ലെങ്കിൽ കോർട്ടിന് തോന്നാണ് ഇത്തരം സ്ഥാപനങ്ങള് ഇപ്പൊ പിരിച്ചുവിടുന്ന തന്നെയാണ് നല്ലത് എന്ന് കോർട്ടിന് തോന്നുന്ന സാഹചര്യത്തിലും ഈ പാർട്ട്ണർഷിപ്പ് ഡിസൊല്യൂഷൻ സംഭവിക്കാം. അപ്പൊ ഈ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക. അടുത്ത ഒരു തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യതയുള്ളത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. എന്താണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും ഡിസൊല്യൂഷൻ ഓഫ് ഫേമും തമ്മിലുള്ള വ്യത്യാസം? ദെൻ ഒരു 6 സർക്കംസ്റ്റാൻസസ് പറയുന്നുണ്ട്, ബേസിസ് പറയുന്നുണ്ട്. ഒന്ന് ടെർമിനേഷൻ ഓഫ് ബിസിനസ്, മറ്റൊന്ന് സെറ്റിൽമെന്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, 3 കോർട്ട് ഇന്റർവെൻഷൻസ്, 4 ഇക്കണോമിക് റിലേഷൻഷിപ്പ്, 5 ക്ലോഷർ ഓഫ് ബുക്സ്, 6 അതർ ഡിസൊല്യൂഷൻസ്. ഇങ്ങനെ 6 ബേസിസ് പറയുന്നുണ്ട്. അപ്പൊ പാർട്ട്ണർഷിപ്പിന്റെ കാര്യത്തിലും ഡിസൊല്യൂഷൻ ഓഫ് ഫേമിന്റെ കാര്യത്തിലും നമ്മൾ വ്യത്യാസം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ബേസിസ് ഓഫ് ഡിസൊല്യൂഷൻ, ടെർമിനേഷൻ ഓഫ് ബിസിനസ്. ആദ്യം ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൽ ദ ബിസിനസ് ഈസ് നോട്ട് ടെർമിനേറ്റഡ്, ബിസിനസ് ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നില്ല. എന്നാൽ ഡിസൊല്യൂഷൻ ഓഫ് ഫേമിലെ ബിസിനസ് ആണ് ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നത്. ഇവിടെ ഡിസൊല്യൂഷൻ സംഭവിക്കുന്നത് വ്യക്തികൾക്ക്, പാർട്ട്ണർഷിപ്പിലെ എല്ലാ വ്യക്തികളെയും എന്താണ് മാറ്റിയാണ്, ബിസിനസ് ഈസ് ഗോയിങ് ഓൺ. പക്ഷെ ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്ണർഷിപ്പും ഫേമും എല്ലാം നിർത്തും. അടുത്ത സെറ്റിൽമെന്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിലെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ റിവാല്യൂഡ് ആൻഡ് ന്യൂ ബാലൻസ് ഷീറ്റ് ഈസ് ഡ്രോൺ. അസറ്റും ലയബിലിറ്റി റിവാല്യൂ ചെയ്തിട്ട് പുതിയ ബാലൻസ് ഷീറ്റ് ആണ് വരുന്നത്. എന്നാൽ ഡിസൊല്യൂഷൻ ഓഫ് ഫേം, അസറ്റ്സ് ആർ സോൾഡ് ആൻഡ് ലയബിലിറ്റീസ് ആർ പെയ്ഡ് ഓഫ്. അപ്പോ ഫേം ആണ് ഡിസോൾവ് ചെയ്യുന്നെങ്കിൽ അസറ്റ്സ് എല്ലാം വിൽക്കും, ലയബിലിറ്റീസ് എല്ലാം കൊടുത്തു തീർക്കണം. കോർട്ട് ഇന്റർവെൻഷൻ, കോർട്ട് ഡസ് നോട്ട് ഇന്റർവെൻ. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആകുമ്പോൾ കോർട്ട് ഇന്റർവെൻ ചെയ്യുന്നില്ല, കോർട്ട് ഇടപെടില്ല. എന്നാൽ ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറഞ്ഞാൽ ഫേം ക്യാൻ ബി ഡിസോൾവ്ഡ് ബൈ ദ കോർട്ട് ഓർഡർ. കോർട്ട് ഓർഡറിനെ ബേസ് ചെയ്തിട്ടാണ് ഡിസൊല്യൂഷൻ ചെയ്യുക, ഡിസൊല്യൂഷൻ ഓഫ് ഫേം സംഭവിക്കുക.
Then economic relationship between the partners continues through a changed form. അതായത് ഇക്കണോമിക്സ് റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യും പുതിയ ഫോമില്, ചേഞ്ച്ഡ് ഫോമില്. ഇവിടെ ഇക്കണോമിക് റിലേഷൻ ബിറ്റ്വീൻ പാർട്ടീസ് കം ടു എൻ എൻഡ്. ഇവിടുത്തെ ഇക്കണോമിക് റിലേഷൻഷിപ്പ് അവസാനിക്കും. Then close the books. The books of accounts are not closed. Dissolution of partnership le books of accounts close ചെയ്യില്ല. എന്നാൽ dissolution of family the books of accounts are closed. അത് അവസാനിപ്പിക്കും. Other dissolution, it may or may not involve dissolution of the fame. It necessarily involves dissolution of partnership. ഇതാണ് നമ്മളുടെ ഈ പറയുന്ന ഡിസ്റ്റിങ്ഷൻ. ഇതിൽ കുറച്ച് പോയിന്റ്സുകൾ നിങ്ങൾ പഠിക്കുക, ചിലപ്പോൾ ചോദിക്കാം, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കാം. ഇനിയാണ് നമ്മൾ അക്കൗണ്ട് സെറ്റിൽമെന്റ് ചെയ്യാൻ പോണു. സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്, ഇതാണ് നമുക്കിവിടെ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം, അക്കൗണ്ട് സെറ്റിൽ ചെയ്യേണ്ട കാര്യം. ഇൻ കേസ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം, ദ ഫേം ceases to conduct a business and has to settle its account. അല്ലെ, ബിസിനസ് ഒക്കെ സീസ് ചെയ്യും, നിർത്തും. then അക്കൗണ്ട്സ് സെറ്റിൽ ചെയ്യും. അതിൽ ആദ്യത്തെ ട്രീറ്റ്മെന്റ് ഓഫ് ലോസസ് ഷാൽ ബി പെയ്ഡ്. then ഫസ്റ്റ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ്, ലോസ് നമ്മള് ലോസസ് ഒക്കെ കൊടുത്തു തീർക്കുന്നത് 1 ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്നാണ്, 2 നെക്സ്റ്റ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ഓഫ് പാർട്ട്നേഴ്സ്, പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിന്, 3 ലാസ്റ്റ്ലി ഇഫ് നെസസറി ബൈ ദ പാർട്ട്നേഴ്സ് ഇൻഡിവിജ്വലി ഇൻ ദർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. then ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ് ഓഫ് ലോസസ് ആണ്. ഈ ലോസസ് എങ്ങനെയാ കൊടുത്തു തീർക്കുക വെച്ചാ, 1 സ്ഥാപനം പ്രോഫിറ്റിലാണെങ്കിൽ ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ നിന്ന് ലോസ് കൊടുത്തു തീർക്കാം. 2 പാർട്ട്നേഴ്സ് കൊടുക്കുന്ന ക്യാപിറ്റലിൽ നിന്ന് പിടിക്കാം. 3 ലാസ്റ്റ്ലി ആണ് ഇഫ് നെസസറിലി ആവശ്യമെങ്കിൽ പാർട്ട്നേഴ്സ് അവരുടെ ഷെയറിംഗ് റേഷ്യോയില് ലോസസ് അവർ വഹിക്കേണ്ടി വരും, ലോസ് അവർ കൊണ്ടുവരേണ്ടി വരും. അടുത്ത അപ്ലിക്കേഷൻ ഓഫ് അസറ്റ്സ്, അസറ്റ്സിന്റെ കാര്യത്തില് ദ അസറ്റ്സ് ഓഫ് ദ ഫേം ഷാൽ ബി അപ്ലൈഡ് ഇൻ ദ ഫോളോയിങ് മാനർ ആൻഡ് ഓർഡർ. 1 ഇൻ പേയിങ് ദ ഡെറ്റ്സ് ഓഫ് ദ ഫേം ടു ബി തേർഡ് പാർട്ടീസ്. അസറ്റ്സുകള് നമ്മള് തേർഡ് പാർട്ടീസിന്റെ ഡെറ്റ് കൊടുത്തു തീർക്കാൻ ഉപയോഗിക്കണം. അല്ലെ, ഇൻ പേയിങ് ദ പാർട്ട്നേഴ്സ് ലോൺ, പാർട്ട്നേഴ്സിന്റെ ലോൺ കൊടുത്തു തീർക്കാൻ ഉപയോഗിക്കണം. ഇൻ പേയിങ് ദ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, എന്നിട്ടാണ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ കൊടുത്തു തീർക്കാൻ വേണ്ടിയിട്ട് അസറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ദ ബാലൻസ് ഇഫ് എനി ഷാൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് among the partners in their profit sharing ratio. ആദ്യം നമുക്ക് എന്താണ് പറയണത്, നമ്മളുടെ തേർഡ് പാർട്ടീസിന് കൊടുക്കാനുള്ള പൈസ കൊടുത്തു തീർക്കണം. രണ്ടാമത്തത് ആരെങ്കിലും പാർട്ട്നേഴ്സ് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ലോൺ സെറ്റിൽ ചെയ്യണം. മൂന്നാമത്തത് അവരുടെ ക്യാപിറ്റൽ കൊടുത്തു തീർക്കണം. ഇതൊക്കെ കഴിഞ്ഞ് ബാലൻസ് ഉണ്ടെങ്കിലാണ് ഇവർക്ക് ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയില് ആ തുക ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അടുത്തതാണ് നമുക്ക് പ്രൈവറ്റ് ഡെറ്റ്സ് ആൻഡ് ഫേം ഡെറ്റ്സ്. രണ്ടും 2 തരമാണ്. പ്രൈവറ്റ് ഡെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when both the debts of the fame and private debts of private coexist, the following rules as stated in section 49 of the act shall apply. താഴെ പറയുന്ന കേസസിലെ പ്രൈവറ്റ് ഡെപ്റ്റ് ആണെങ്കിലും പ്രൈവറ്റ് ഫേം ഡെറ്റ് ആണെങ്കിലും സെക്ഷൻ 49 ഓഫ് ദ ആക്ട് അനുസരിച്ച് താഴെ പറയുന്ന കാര്യങ്ങൾ അപ്ലിക്കബിൾ ആണ്. ഒന്നാമത്, the property of the fame shall be applied first the payment of debt of the fame and then the surplus, if any, shall be divided among the partners as per their claims, which can be utilized for payment of their private liabilities. B, the private property of any partner shall be applied first in the payment of his private debts, and the surplus, if any, must be utilized of payment of the fame's debts in case fame's liabilities exceed the fame's asset. അല്ലെ, ആദ്യത്തെ പറഞ്ഞ് സ്ഥാപനത്തിന്റെ പ്രോപ്പർട്ടീസ്, സ്ഥാപനത്തിന്റെ സർപ്ലസ്, ഇവയൊക്കെ കാര്യങ്ങൾക്കൊക്കെ കൊടുത്തു തീർക്കണം. പ്രൈവറ്റ് ഡെപ്റ്റ് ആണെങ്കിലും ഫേം ഡെറ്റ് ആണെങ്കിലും കൊടുത്തു തീർക്കണം. എന്നിട്ട് ഇതിൽ തികഞ്ഞില്ലെങ്കിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടിനെ വരെ അഫക്ട് ചെയ്യും. അതിന്റെ പാർട്ട്നേഴ്സിന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി വരെ ടച്ച് ചെയ്യാനുള്ള വകുപ്പ് ഇവിടെ ഉണ്ട്. പ്രൈവറ്റ് ആയിട്ട് ഉള്ള സ്വത്ത് വരെ വിറ്റിട്ട് ഈ കാര്യങ്ങൾ കൊടുത്തു തീർക്കേണ്ടതായിട്ട് വരും. then അടുത്തതാണ് നമ്മൾ പറയുന്നത് റിയലൈസേഷൻ അക്കൗണ്ട്. ദാറ്റ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടന്റ് അക്കൗണ്ട് ഫോർ ഡിസൊല്യൂഷൻ. റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് പ്രിപ്പയർഡ് അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ദ പാർട്ട്ണർഷിപ്പ് ഫേം. പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ ഡിസൊല്യൂഷൻ സമയത്ത് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിനെയാണ് റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയാ. All assets excluding cash and bank balance and fictitious assets are transferred to the debit side of this account. ആദ്യം ചെയ്യുന്നത് റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്ക് എല്ലാ അസറ്റും അത് fictitious asset അടക്കം ട്രാൻസ്ഫർ ചെയ്യും. All external liabilities are transferred to the credit side of this account. Assets realized and credited and liabilities paid off are debited in this account. Realization expenses paid are debited to this account. ഇതിൽ പറയുന്നത് അസറ്റ് ലയബിലിറ്റീസിനെ മാറ്റിയാണ് ചെയ്യുന്നത്. എല്ലാ അസറ്റും മാറ്റുമ്പോ എക്സ്റ്റേണൽ ലയബിലിറ്റീസ് മാത്രമാണ് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. കൊടുത്തു തീർക്കേണ്ട ലയബിലിറ്റീസ് ഒക്കെ കൊടുത്തു തീർക്കേണ്ടി വരും. അപ്പോ നമുക്ക് താഴെ പറയുമ്പോൾ ജനറൽ എൻട്രീസ് ആണ് അതിനുവേണ്ടി നമ്മൾ പാസ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ഫോർ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്,
അല്ലെ? നമുക്കറിയാം റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലെയാണ് അസറ്റ് എഴുതാമെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ് അക്കൗണ്ട് എന്നാണ് എൻട്രി വരിക. പഠിക്കുക, റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ്. അപ്പൊ റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡില് ടു അസറ്റ് എന്ന് പറഞ്ഞിട്ട് ഇൻഡിവിജ്വലി ഇങ്ങനെ ഓരോ അസറ്റുകൾ നമുക്ക് ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എൻട്രി ഓർമ്മിക്കുക, ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യാം. റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ്. ഇനി ലൈബിലിറ്റി, എക്സ്റ്റേണൽ ലൈബിലിറ്റി ആണ് നമ്മൾ മാറ്റുക കേട്ടോ. സോ ട്രാൻസ്ഫറിങ് ലൈബിലിറ്റീസ്, അപ്പൊ നമുക്ക് ക്രെഡിറ്റ് സൈഡിലേക്കാണ് ലൈബിലിറ്റി മാറ്റേണ്ടത്. അപ്പൊ ലൈബിലിറ്റി അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട് എന്നാണ് എൻട്രി വരെ ഇൻഡിവിജ്വലി. ലൈബിലിറ്റീസ് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട്. ഇനി ഫോർ സെയിൽ ഓഫ് അസറ്റ്, ഏതെങ്കിലും കാരണവശാൽ നമ്മൾ എന്തെങ്കിലും അസറ്റ് വിൽക്കുകയാണെങ്കിൽ ജേണൽ എൻട്രി വരിക സെയിൽ ഓഫ് അസറ്റ് വരിക ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട്. എന്താ എൻട്രി വരിക? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട്. അപ്പൊ റിയലൈസേഷൻ അക്കൗണ്ടില് നമ്മൾ ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എഴുതും, ബ്രാക്കറ്റിൽ സെയിൽ പ്രൊസീജിയർ സെയിൽ എന്ന് പറഞ്ഞിട്ട് എഴുതും. ഇനി അടുത്തത് ഫോർ അസറ്റ് ടേക്കൺ ഓവർ ബൈ എ പാർട്ട്ണർ. ഇനിയിപ്പോ ഏതെങ്കിലും പാർട്ട്ണർ ഏതെങ്കിലും അസറ്റ് ടേക്കൺ ഓവർ ചെയ്യാണ്, അസറ്റ് എടുക്കുകയാണെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട് എന്നാണ് വരിക. അപ്പൊ റിയലൈസേഷൻ അക്കൗണ്ടിലെ ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, ഏത് പാർട്ട്ണർ ആണോ അസറ്റ് ടേക്കൺ ഓവർ ചെയ്യുന്നത് ആ പാർട്ട്ണറിന്റെ പേരിലാണ് ആ ഡീറ്റെയിൽസ് വരിക. എന്താ എൻട്രി വരിക? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു റിയലൈസേഷൻ അക്കൗണ്ട്. ഇനി ഫോർ പേയ്മെന്റ് ഓഫ് ലൈബിലിറ്റീസ്, ലൈബിലിറ്റീസ് മീറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്നാണ് വരിക. റിയലൈസേഷന്റെ ഡെബിറ്റ് സൈഡിലെ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എഴുതും. എക്സ്പെൻസസ്, പേയ്മെന്റ് ഓഫ് ലൈബിലിറ്റീസ് എന്നാണ് പറയാ. Then for liability taken over by the partner, ഇനി ഏതെങ്കിലും പാർട്ട്ണർ ഏതെങ്കിലും ലൈബിലിറ്റി ടേക്കൺ ഓവർ ചെയ്യാന്ന് വിചാരിക്കാം. അപ്പൊ റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് വരും. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് റിയലൈസേഷനിൽ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതും. അടുത്ത് ഫോർ പേയ്മെന്റ് ഓഫ് റിയലൈസേഷൻ എക്സ്പെൻസ്, റിയലൈസേഷൻ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്ന സാഹചര്യം രണ്ട് തരത്തിൽ വരാം. ഏതെങ്കിലും പാർട്ട്ണർ മീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫേം മീറ്റ് ചെയ്യാം. ആദ്യത്തെ when realization expense are paid by ഫേം ആണ് കൊടുക്കുന്നതെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്നാണ് വരിക. റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്നാണ് വരിക. ദെൻ ഏതെങ്കിലും പാർട്ട്ണർ ആണ് പേ ചെയ്യുന്നെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് വരിക. ഏത് പാർട്ട്ണർ ആണോ കൊടുക്കുന്നത് ആ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അടുത്തത് ഫോർ റിയലൈസേഷൻ ഫോർ എനി അൺറെക്കോർഡഡ് അസറ്റ്, ഏതെങ്കിലും അസറ്റ് അൺറെക്കോർഡഡ് റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് ടു ബാങ്ക് എന്ന് പറഞ്ഞത് റെക്കോർഡ് ചെയ്യും നമ്മള്. അപ്പോൾ റിയലൈസേഷനിൽ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എൻട്രി വരും. ഫോർ ട്രാൻസ്ഫർ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓൺ റിയലൈസേഷൻ, ഇതിങ്ങനെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിയലൈസേഷൻ പ്രോഫിറ്റ് കിട്ടും. അത് ഇഫ് ദർ ഇസ് പ്രോഫിറ്റ് ആണെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഇതിന്ന് വരുന്ന ബാലൻസ് തുക പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റും. അപ്പൊ റിയലൈസേഷൻ അക്കൗണ്ട് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് വരിക. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യും നമ്മള്. ഇഫ് ദർ ഇസ് ലോസ് ആണെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട് എന്നാണ് എൻട്രി വരിക. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. ഇനി പേയ്മെന്റ് ഓഫ് ലോൺസ് ഡ്യൂ ടു പാർട്ട്നേഴ്സ്, ഇനി ഏതെങ്കിലും പാർട്ട്നേഴ്സിന്റെ ലോൺ ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വരും. പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഇനി ഫോർ സെറ്റിൽമെന്റ് ഓഫ് പാർട്ട്നേഴ്സ് അക്കൗണ്ട്, ഇഫ് ദ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഷോ ദ ഡെബിറ്റ് ബാലൻസ് ആണ് ഷോ ചെയ്യുന്നെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി if the partners capital account show credit balance ആണെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ബാങ്ക്. അതോടെ നമ്മുടെ ഫേമിന്റെ പരിപാടികൾ മൊത്തം അവസാനിപ്പിച്ചു. ആ പാർട്ട്ണറിന് കൊടുക്കാനുള്ള പൈസ കൊടുത്തു തീർത്തു. ഇവിടെ ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റലും, ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട് എഴുതി നമ്മുടെ പരിപാടി അവസാനിച്ചു. ഫേം ഡിസോൾവ് ചെയ്തു. നിർബന്ധമായിട്ടും നിങ്ങൾ ഈ ട്രാൻസാക്ഷൻ ജേണൽ എൻട്രീസ് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഈ ജേണൽ എൻട്രീസ് ആണ് നമ്മൾ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫൈനൽ അക്കൗണ്ട് പറയുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് സമയം തരാം. നിങ്ങൾ ആ ജേണൽ എൻട്രീസ് ഒന്ന് പക്ക ക്ലിയർ ആക്കുക. എന്നിട്ട് നമുക്ക് ഫൈനൽ അക്കൗണ്ടിലെ പ്രോബ്ലം ചെയ്യാം. അതോടുകൂടി നമ്മുടെ ഈ സെഷൻ കഴിഞ്ഞു. അപ്പൊ ഒന്ന് പെട്ടെന്ന് ഒരു 5 മിനിറ്റ് സമയം തരാം. ഈ 5 മിനിറ്റ് സമയം കൊണ്ട് പെട്ടെന്ന് വായിക്കും. ഒന്ന് ആ കംപ്ലീറ്റ് ജേണൽ എൻട്രീസ് മനസ്സിലാക്കണം കേട്ടോ, എന്നാലേ നമുക്ക് ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. വായിച്ചു മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓക്കെ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. പിന്നെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഈ ജേണൽ എൻട്രി മറച്ചു നോക്കരുത്. ജേണൽ എൻട്രിയിലേക്ക് പോകാൻ പാടില്ല. നിങ്ങളുടെ മൈൻഡിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് ജേണൽ എൻട്രി എഴുതാൻ പറ്റണം, അല്ലെങ്കിൽ അക്കൗണ്ട് ചെയ്യാൻ പറ്റണം.
ഓക്കെ, സെറ്റായോ? ജേണൽ എൻട്രീസ് സെറ്റായോ? ഓക്കെ, സെറ്റ് ആയെങ്കിൽ പറയാം, നമുക്ക് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. പ്രോബ്ലം പിന്നെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിലേക്ക് പോകാൻ പാടില്ല കേട്ടോ, അത് പിന്നെ മറച്ചു നോക്കരുത്, കംപ്ലീറ്റ് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റണം. ഓക്കെ, കഴിഞ്ഞോ മക്കളെ? കഴിഞ്ഞില്ലേ? നമുക്ക് ഫൈനൽ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ വർക്ക്ഔട്ട് ചെയ്യാം. ജേർണലിസ്റ്റ് എല്ലാം ഓക്കെ ആയിട്ട് പക്കയായിട്ട് മറച്ചു നോക്കരുത് കേട്ടോ, നമ്മൾ പ്രോബ്ലം പറയുമ്പോൾ പിന്നീട് മറച്ചു നോക്കാൻ പാടില്ല, മൈൻഡിൽ എടുത്ത് ചെയ്യാൻ പറ്റണം. ഓക്കെ, നമുക്ക് പ്രോബ്ലം ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. Manu and Manoj are partners who share profits in the ratio of 2:1. Following is the balance sheet as on 31st March 2018. Balance sheet of Manu and Manoj as on 31st March 2018. Cash at bank 40,000, stock 60,000, debtors 78,000, land and building 1 lakh, furniture 20,000, creditors 48,000, reserve 30,000, capital Manu 1,40,000, Manoj 80,000. On a dispute between the partners, they decided to dissolve the firm on the following terms. First one, realization expenses amount to rupees 4,000. Debtors realized at a discount of rupees 5%. Stock realized at rupees 50,000. Fixed asset realized land and building rupees 1,40,000, furniture rupees 18,000. There was an unrecorded asset of rupees 5,000 which was taken over by Manu. Creditors are paid in full. Prepare necessary ledger accounts to close the books of the firm. നമുക്ക് ഇവിടെ നമ്മൾ ചെയ്യേണ്ടി വരിക റിയലൈസേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യേണ്ടതായിട്ട് വരിക. ചില സാഹചര്യത്തിൽ ചിലപ്പോൾ ജേർണൽ എൻട്രി എഴുതാനും പറയാം, ഇതിൽ നമുക്ക് ജേർണൽ എൻട്രി എഴുതാൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ റിയലൈസേഷൻ അക്കൗണ്ട് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരിക. റിയലൈസേഷൻ അക്കൗണ്ട് നമുക്ക് തന്നിരിക്കുന്ന ജേർണൽ എൻട്രീസിനെ വെച്ചിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ആദ്യം അസറ്റ് സൈഡുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് സൈഡിലേക്ക് മാറ്റുന്നു. അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ് എന്നാണ് വരിക. അതില് ക്യാഷ് അറ്റ് ബാങ്കിന്റെ കാര്യത്തിൽ നമുക്ക് എന്താണ് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ദെൻ ബാങ്ക് അക്കൗണ്ട് നമ്മൾ ക്യാഷ് അറ്റ് ബാങ്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ബാങ്ക് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ക്യാഷ് അറ്റ് ബാങ്കിനെ മാറ്റണ്ട, പകരം സ്റ്റോക്ക് 40,000 ആണ്, അല്ല 60,000, അങ്ങനെ തന്നെ വേണം. ദെൻ ഡെറ്റേഴ്സ് 78,000, ദെൻ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 1 lakh, ഫർണിച്ചർ 20,000 നമ്മൾ അങ്ങോട്ട് മാറ്റി. ദെൻ പിന്നെ നമ്മൾ ലയബിലിറ്റി സൈഡിലേക്ക് ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ആണ് നമ്മൾ മാറ്റിയ. ക്രെഡിറ്റേഴ്സ് 48,000 നമ്മൾ മാറ്റും. റിസർവ് നമുക്ക് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് ആയിട്ടാണ് എഴുതാനുള്ളത്. ദെൻ 48,000 മാറ്റി. ഓക്കെ,
ഇനി ഇവിടെ ഉള്ള ഈ ടേംസ് കണ്ടീഷൻസ് ഇതിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് നമ്മൾ ജനറൽ എൻട്രി എഴുതുമ്പോഴാണ് ഇവിടെ ഡെബിറ്റ് സൈഡിലേക്കും ക്രെഡിറ്റ് സൈഡിലേക്കും ഓരോ ഇൻഫർമേഷൻസ് പോകുന്നത്. ദെൻ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ വായിച്ചിട്ട് ഇവിടേക്ക് ഇൻഫർമേഷൻസ് കൊടുക്കുക. ദെൻ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ ബാലൻസ് ബ്രോട്ട് ഓൺ 1,48,000 ഇത് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ എടുത്തതാണ്. റിസർവ് റേഷ്യോയില് 2010 ഡിവൈഡ് ചെയ്യും. ദെൻ റിയലൈസേഷൻ അക്കൗണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷം വരുന്ന പ്രോഫിറ്റ് ആണ് ഈ പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറും. ദെൻ ആരെങ്കിലും റിയലൈസേഷൻ അക്കൗണ്ട് മീറ്റ് ചെയ്യേ എന്തെങ്കിലും എക്സ്പാൻസസ് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് ഡെബിറ്റ് സൈഡിലേക്ക് വരും. ദെൻ മനു ക്യാപിറ്റൽ ആണ് ഇവിടെ 5,000 വന്നത്. ദെൻ ബാക്കി വരുന്ന ബാങ്ക് ആണ് ഈ പറയുന്നത് ഇവരുടെ ക്യാപിറ്റൽ ബാലൻസ് ആണ്. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിയലൈസേഷന്റെ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞ് 40,000 ആണ്. 48,000 ആണ് നമ്മുടെ റിയലൈസേഷൻ. റിയലൈസേഷൻ എക്സ്പെൻസസ് മീറ്റ് ചെയ്താണ് 4,000. ദെൻ മനൂസ് ക്യാപിറ്റലും ആണ് ഇവിടെ വരുന്ന തുക. ഇപ്പൊ ഈ 3,22,100 ആണ് വരിക. ഇതെങ്ങനെയാണ് ഡീൽ ചെയ്തേക്കുന്നതാണ് ഇതിൽ ബാങ്ക് അക്കൗണ്ടിൽ കാണിച്ചിരിക്കുന്നത്. വേഗം വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, റിയലൈസേഷൻ അക്കൗണ്ട് നമുക്ക് ആ ജനറൽ എൻട്രി കൃത്യമായിട്ട് പഠിച്ചാലേ ഇത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ദെൻ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് അത് പോസ്റ്റ് ചെയ്താണ്. ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ബാലൻസും ബാക്കിയുള്ള കാര്യങ്ങളും. ഓക്കെ, വർക്ക്ഔട്ട് ചെയ്യും, വേഗം പെട്ടെന്ന് വർക്ക്ഔട്ട് ചെയ്യൂ കേട്ടോ. വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് മെസ്സേജ് ഇടണേ.
എന്തായി കുട്ടികളെ, വർക്കൗട്ട് ചെയ്തിട്ടുണ്ടോ? കഴിഞ്ഞോ? ചെയ്യാൻ പറ്റുന്നില്ലേ? ആ ജേർണൽ എൻട്രി പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാനുള്ള ആകെ കാര്യം കേട്ടോ. കാരണം അതിനെ പോസ്റ്റ് ചെയ്യുന്നതാണ് ഈ റിയലൈസേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും നമ്മൾ പാസ് ചെയ്ത ഇതിനെ പോസ്റ്റ് ചെയ്ത് കിട്ടുന്നതാണ്. അപ്പൊ ആ ജേർണൽ എൻട്രിയിൽ എന്തെങ്കിലും മിസ്സിംഗ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെതൊക്കെ തെറ്റും. അപ്പൊ ജേർണൽ എൻട്രി പക്കയാക്കുക എന്നുള്ളതാണ് ഇതിനു വേണ്ടി ചെയ്യേണ്ട കാര്യം കേട്ടോ. ഗുഡ് ഗുഡ് ഗുഡ്, കഴിഞ്ഞു. കുഴപ്പമൊന്നുമില്ലല്ലോ, നമുക്കത് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ലേ? ഡൗട്ട്സും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലോ? എല്ലാവരും കഴിഞ്ഞില്ലേ? ഒന്ന് മെസ്സേജ് ചെയ്യോ? ഓക്കെ, ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇപ്പൊ നിങ്ങൾ ഇതിന്റെ അഡീഷണൽ പ്രോബ്ലംസ്, അതായത് നമ്മൾ ഈ പറഞ്ഞ ഡിസൊല്യൂഷന്റെ അഡീഷണൽ പ്രോബ്ലംസ് ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നലെ ഡെത്ത് ആൻഡ് റിട്ടയർമെന്റിന്റെ ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഇതൊക്കെ കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. ഇന്നിപ്പോ നമ്മുടെ കണ്ടന്റ് മൊത്തം കഴിഞ്ഞു. നമ്മള് അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത്, ഡിസൊല്യൂഷൻ 4 ടോപ്പിക്കേ നമുക്ക് ആകെ +2 പഠിക്കാനുള്ളൂ. +2ന്റെ ബുക്ക് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ബുക്കാണ്. വളരെ കുറച്ച് കണ്ടന്റ് മാത്രമേ പഠിക്കാവുള്ളൂ. എങ്ങനെ പോലും നിങ്ങൾക്ക് അതിൽ A+ മേടിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള കണ്ടന്റേ ഉള്ളൂ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഏകദേശം അക്കൗണ്ടൻസിനെ കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, എന്തൊക്കെയാ പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് അത് വർക്ക്ഔട്ട് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, നിങ്ങൾ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ദെൻ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ഡിസ്കഷൻ വെക്കാം. അപ്പൊ നമുക്ക് 1-2 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. അപ്പൊ എങ്ങനെയാ പരീക്ഷയ്ക്ക് വന്നിരുന്നത്, എങ്ങനെയാ എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. നമുക്ക് കൃത്യമായിട്ട് പറയാം. ഇപ്പൊ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. കാരണം ഇതോടെ നമ്മുടെ കണ്ടന്റ് കഴിഞ്ഞു. ഇനി നിങ്ങൾ ആ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ഈ അഡീഷണൽ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ അവൈലബിൾ ആക്കാം. അപ്പൊ ഗ്രൂപ്പിൽ നിന്ന് ആരും എന്ത് ചെയ്യേണ്ട, ലെഫ്റ്റ് ആവണ്ട, ഗ്രൂപ്പിൽ ഇരിക്കുക. ഇതിന്റെ അഡീഷണൽ ക്വസ്റ്റ്യനുകൾ ഇട്ടുതരും. ദെൻ നമ്മൾ ഇതുവരെ എടുത്ത ക്ലാസ്സുകളുടെ ലിങ്ക്, നിങ്ങൾ വീഡിയോ കാണാൻ ലിങ്ക് നമ്മുടെ ഗ്രൂപ്പുകളിൽ അവൈലബിൾ ആക്കാം. ദെൻ അടുത്ത ദിവസം മൺഡേ മുതൽ നമ്മുടെ എക്കണോമിക്സും ബിസിനസ് സ്റ്റഡീസിന്റെ ഒക്കെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടും. മാക്സിമം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവർ അറ്റൻഡ് ചെയ്യാൻ വർത്തിറ്റ് ആണത്. കാരണം നമുക്കറിയാം വെക്കേഷൻ ആണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങളുണ്ട്, ഒക്കെ അറിയാം. എങ്കിലും നമ്മൾ കുറച്ച് സമയം ചെലവഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിവിഷൻ ഇതിലൂടെ നടക്കും. അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്യാനും കാര്യങ്ങൾ, വേണ്ട കണ്ടന്റ് എന്തൊക്കെയാന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാനും പറ്റും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ ഈസിയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നല്ല സ്കോർ ചെയ്യുക. ദെൻ മൊറോവർ വെക്കേഷനിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഹയർ സ്റ്റഡീസിന് പോകാനുള്ള സപ്പോർട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് കിട്ടും. മൊറോവർ അതിന്റെയൊക്കെ ഒരു ഷോർട്ട് ടൈം പ്രോഗ്രാംസ്, അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൽ കോഴ്സുകളും കാര്യങ്ങളൊക്കെ ധാരാളം ഉണ്ട്. അപ്പൊ അത്തരം കോഴ്സുകളിലൊക്കെ ഒന്ന് നമ്മൾ എന്ത് ഇൻവോൾവ് ആവുക. അപ്പൊ നമുക്ക് നമ്മുടെ സ്കിൽ സെറ്റ് ഇമ്പ്രൂവ് ആവും. അപ്പൊ നമുക്ക് അടുത്ത ഏത് ഹയർ സ്റ്റഡീസിന് പോലും അതിന് സപ്പോർട്ടീവ് ആവത്തക്ക രീതിയിലുള്ള ബേസിക് നോളജ് കിട്ടും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അത്തരത്തിലുള്ള ഏത് കോഴ്സുകൾ വേണമെങ്കിലും നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും കീപ്പ് ഇൻ ടച്ചിൽ വെക്കുക, ഗ്രൂപ്പിൽ അവൈലബിൾ ഇരിക്കുക, ലെഫ്റ്റ് ആവണ്ട. ദെൻ ബാക്കിയുള്ള ക്ലാസ്സുകൾ കിട്ടും. ദെൻ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടിയൊക്കെ നിങ്ങൾക്ക് വേണ്ട അക്കൗണ്ടൻസിക്കുള്ള ഡൗട്ട് ക്ലിയറൻസ് സെക്ഷനോ കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ നമ്മുടെ അക്കൗണ്ടൻസി ഇന്ന് നമ്മൾ താൽക്കാലികമായിട്ട് ഇന്നത്തോട് കൂടിയിട്ട് നമ്മുടെ ടോപ്പിക് ബേസ്ഡ് ക്ലാസ് നമ്മൾ എന്ത് ചെയ്തു, വൈൻഡ് അപ്പ് ചെയ്തു. ദെൻ ഇന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ഇതിനുള്ളത്, ബാലൻസ് ഉള്ളത്. അത് ഈ 3 ക്ലാസ്സും എക്കണോമിക്സും അക്കൗണ്ടൻസിയും ബിസിനസ് സ്റ്റഡീസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തോടെ നമ്മുടെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ താങ്ക്സ്, നിങ്ങൾക്ക് എന്തായാലും വർത്ത് ഇറ്റ് ആയെന്ന് വിചാരിക്കുന്നു. അധികം കുട്ടികൾക്കൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല വെക്കേഷൻ ആയ കാരണം കൊണ്ട്. എന്നിരുന്നാലും നമ്മൾ വീഡിയോസ് അവൈലബിൾ ആക്കുന്നുണ്ട്. അപ്പൊ കുട്ടികളത് കാണാൻ പറയാ, എന്താ പറയാ. അപ്പൊ എല്ലാവരും കോപ്പറേറ്റ് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. വർത്ത് ഇറ്റ് അല്ലേ, എല്ലാവർക്കും ഗുണം കിട്ടിയില്ലേ? നമ്മ അങ്ങനെ വേസ്റ്റ് ഓഫ് ടൈം ആയിട്ട് തോന്നിയിട്ടില്ലല്ലോ. 2 hours സ്പെൻഡ് ചെയ്തതിന് നിങ്ങൾക്ക് വർത്ത് ഇറ്റ് അല്ലേ അത്?
റിപ്ലൈ ചെയ്യോ? ഓക്കെ. യെസ്. അപ്പൊ എന്തായാലും നിങ്ങൾ കീപ്പ് ഇൻ ടച്ചിൽ ഇരിക്കുക. നിങ്ങൾക്ക് സ്കോർ ചെയ്യത്തക്ക രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കും. നിങ്ങൾ നിർബന്ധമായിട്ടും തന്നിരിക്കുന്ന മൊത്തം പ്രാക്ടിക്കൽ സെക്ഷൻ ക്വസ്റ്റ്യനുകൾ ആൻസർ ചെയ്യുക. അത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ആണ്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകൾ കൂടിയാണ്. അതിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഉണ്ട്, 2 മാർക്സിന്റെ തിയറി ടൈപ്പ് ഉണ്ട്, പ്രോബ്ലംസ് ഉണ്ട്. ഇതൊക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പൊ നിങ്ങളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. എത്രമാത്രം നിങ്ങൾക്ക് അത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാനോ ഒന്നും ഒരു മടി വിചാരിക്കേണ്ട. എന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യാം. ഓക്കെ. നിങ്ങളുടെ ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിക്കാം. നിങ്ങൾക്ക് ഇനി വെക്കേഷൻ ടൈമിൽ എന്ത് പ്രോഗ്രാം വേണമെങ്കിലും നമ്മളെ വിളിക്കാം. നമ്മളതിനുള്ള അറേഞ്ച്മെന്റ്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരും. ഓക്കെ. അപ്പൊ താങ്ക്സ് ഫോർ കോപ്പറേഷൻ ഓൾ. ഓക്കെ, താങ്ക് യു. ഇല്ല, നാളെ ക്ലാസ് ഉണ്ടാവില്ല. ഇനി നമുക്ക് മൺഡേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ മൺഡേ നമുക്ക് ക്ലാസ്സസ്, നിങ്ങളുടെ സ്കൂൾ തുറന്ന ക്ലാസ്സസ് നിങ്ങൾക്ക് നമ്മളിപ്പോ ഒരു 7 to 8 എന്നുള്ള ലെവലിലൊക്കെ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് വന്നിട്ട് ഒരു നൈറ്റ് സെഷൻ 1 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ. തിയറി ക്ലാസ്സുകളല്ലേ, 2 മണിക്കൂർ ഉണ്ടാവില്ല. എക്കണോമിക്സും ബിസിനസ് സ്റ്റഡീസ് ഒക്കെ ഓരോ മണിക്കൂറേ നമ്മൾ വെക്കുള്ളൂ. അത് നിങ്ങൾക്ക് സ്കൂൾ തുറന്നിട്ടാണെങ്കിൽ പോലും നിങ്ങളുടെ സ്കൂൾ ടൈമിൽ വൈകിട്ടുള്ള സമയത്തൊക്കെ വെക്കാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. നാളെയും മറ്റന്നെയും നമുക്ക് ക്ലാസ്സസ് ഉണ്ടായിരിക്കില്ല. നാളെ സൺഡേ ആണ്. മൊറോവർ നമുക്ക് ന്യൂ ഇയറിന്റെ സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ നിങ്ങൾക്ക്. ദെൻ ഇത് മൺഡേ ആണ് നമുക്ക് ഉണ്ടായിരിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.